നേഷൻ ഫസ്റ്റിൽ ഇപ്പോൾ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയർ അഡ്വക്കേറ്റ് ബൈജു തെറ്റാലയാണ്. നമസ്കാരം സർ. തിരുവനന്തപുരം കോർപ്പറേഷനുമായി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി. ഭരണത്തിലേറിയതിനു ശേഷം വിവാദങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ എം.എൽ.എ. ആയ വി.കെ. പ്രശാന്ത് വട്ടിയൂർക്കാവിലുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ശ്രീലേഖ ഐ.പി.എസ് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിവാദങ്ങളും വേണമെങ്കിൽ അഴിമതി കഥ പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. 825 രൂപയ്ക്ക് ഒരു ഓഫീസ് കെട്ടിടം വാടകയ്ക്ക് എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത്. ഇപ്പോൾ എം.എൽ.എ. ഓഫീസ് അതേ വാർഡിൽ തന്നെ ഉണ്ടായിട്ടും അവിടെ 2 മുറികൾ വി.കെ. പ്രശാന്തിന് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെ ഇരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇതിൽ ഞാനിപ്പോ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 1 hourലെ റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ വിഷയത്തിൽ ആരെന്ത് റെസ്പോണ്ട് ചെയ്താലും അവരെ അപ്പം തന്നെ സംഖ്യയാക്കുന്ന ഒരു പുതിയ ക്യാപ്സൂൾ ഏകേജ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എൻ്റെ അറിവ്. ഇതിനെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും അവരെല്ലാം ബി.ജെ.പി. സപ്പോർട്ട് ചെയ്യുന്നു, ബി.ജെ.പിക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രോപ്പഗാണ്ട, പ്രചണ്ഡമായ ഒരു പ്രോപ്പഗാണ്ട ഇതിനോടകം തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ ആർ.എസ്.എസ്കാരനല്ല, ഞാൻ ബി.ജെ.പിക്കാരനല്ല, ഞാൻ ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ മെമ്പറാണെന്നുള്ള കാര്യം ആദ്യം പറയട്ടെ. ഇതിൽ നിയമപരമായ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഈ 825 രൂപയ്ക്ക് റെന്റ് ഔട്ട് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഓൺ ബൈ ദി കോർപ്പറേഷൻ, അത് ഏതാണ്ട് 10,000 രൂപ മാസം റെന്റ് കിട്ടാൻ ബിറ്റ്വീൻ 7,000 to 10,000 ഒരു മാസം റെന്റ് കിട്ടാൻ സാധ്യതയുള്ള മാർക്കറ്റ് റെന്റ് ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലത്ത് എം.എൽ.എ. ഓഫീസ് പുള്ളിക്കാരന് ഈ പ്രശാന്തിന് അലോട്ട് ചെയ്തിരിക്കുന്ന എം.എൽ.എ. ഹോസ്റ്റൽ, എം.എൽ.എ. ക്വാർട്ടറുണ്ട് ഓൾറെഡി. അതുകൂടാതെ 10,000 രൂപ റെന്റ് കിട്ടാൻ സാധ്യത മാർക്കറ്റ് റെന്റുള്ള പബ്ലിക് പ്രോപ്പർട്ടി 825 രൂപയ്ക്ക് റെന്റ് കൊടുത്ത് പബ്ലിക്കിനെ മിസ്കൺസീവ് ചെയ്യുകയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ബ്രിട്ടനിലെ ഈ ഞങ്ങളുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആഞ്ചല റെയ്ന് അദ്ദേഹം രാജിവെച്ചത് കൃത്യമായി ടാക്സ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിലാണ്. പുള്ളിക്കാരത്തേക്ക് അറിയാതെ സംഭവിച്ചതാണ്. പുള്ളിക്കാരത്ത് തന്നെ പറഞ്ഞു, ഞാനിങ്ങനെ ടാക്സ് കാര്യം കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറ്റിയതാണ്. ബ്രിട്ടനിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആ സ്ഥാനം രാജിവെച്ചു. ഇപ്പോൾ എൻ്റെ റീഡിങ് ഇതാണ്, നിയമപരമായി മാർക്കറ്റ് റെന്റ് 7,000-നും 10,000-നും ഇടയ്ക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി, ഹിം നോട്ട് ബീയിങ് എ കൗൺസിലർ, ഇദ്ദേഹം കൗൺസിലർ ആണോ? അല്ലല്ലോ, അദ്ദേഹം എം.എൽ.എ. ആണ്. കൗൺസിലർ അല്ല. അപ്പോൾ കൗൺസിലർ അല്ലാത്ത ഒരാൾ കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടി 825 രൂപയ്ക്ക് റെന്റിനെടുത്ത് പബ്ലിക്കിന് ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ, പബ്ലിക് എക്സ്ചക്കറിലേക്ക് വരേണ്ട പൈസ, അല്ലെ കോർപ്പറേഷൻ്റെ റെന്റ് ഐറ്റംസിൽ കോർപ്പറേഷനിലേക്ക് വരേണ്ട പണമാണ് ഇദ്ദേഹം 825 രൂപയ്ക്ക് റെന്റിനെടുത്തിരിക്കുന്നത്. ഇതിലുള്ള പ്രശ്നം പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് അക്കൗണ്ടബിലിറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഒരു 10 വർഷമായി കണ്ടുവരുന്നത്, പബ്ലിക് മൊറാലിറ്റി എന്ത്, അക്കൗണ്ടബിലിറ്റി എന്ത് എന്ന് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു പാർട്ടി വന്നിരുന്ന് ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ ഈ ലോകത്ത് എവിടെയാണേലും ഈ പറഞ്ഞ മാർക്കറ്റ് റെന്റ് ഉള്ള പ്രോപ്പർട്ടിയിൽ ഇത്രയും സബ്സ്റ്റാൻഷിയേറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് കുറച്ച്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ആണ്. തൻ്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന ആ ഭരണ കേന്ദ്രത്തിൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി മാർക്കറ്റ് റേറ്റിൻ്റെ 50% അല്ല, 20% അല്ല, അതായത് വളരെ മൈന്യൂട്ടായ ഒരു % കൊടുക്കുകയും അതുവഴി കോർപ്പറേഷന് നഷ്ടം ഉണ്ടാവുകയും ചെയ്ത്, കോർപ്പറേഷന് ജനനഷ്ടം ഉണ്ടാകുക വഴി അത് ബി.ജെ.പിക്കല്ല നഷ്ടം ഉണ്ടാകുന്നത്, ദ പീപ്പിൾ ഓഫ് ട്രിവാൻഡ്രം, ജനങ്ങൾക്കാണ് അതിൽ നഷ്ടമുണ്ടാകുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ബി.ജെ.പി. വൽക്കരിക്കുന്ന ഒരു ക്ലാസിക് സ്റ്റൈൽ കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് അഡ്രസ് ദ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഈ സരിത കുമ്പോണം കൊണ്ടുപോയപ്പോഴത്തേക്കും ബി.ജെ.പിയും CPM ഒന്നിച്ചായിരുന്നല്ലോ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും ഒരു ഭായി ആയിരുന്നു, അല്ലല്ലോ. സോ വെൻ യു അഡ്രസ് ആൻ ഇഷ്യൂ, അഡ്രസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട്, നോട്ട് ഓൺ ദ പ്രോപ്പഗാൻഡ. സോ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്,
പബ്ലിക് പ്രോപ്പർട്ടി, കോർപ്പറേഷൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി, ഏതാണ്ട് 7,000-നും 10,000-നും ഇടയ്ക്ക് മാർക്കറ്റ് റെന്റ് കിട്ടേണ്ട പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി 825 രൂപയ്ക്ക് റെന്റിന് എടുക്കുന്നു. ആ പ്രോപ്പർട്ടി അതുവഴി പബ്ലിക്കിന്, ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നു. BJPയുടെ നഷ്ടമല്ല, അവിടെ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെയും പട്ടണി പാവങ്ങളുടെയും തൊഴിലെടുക്കാൻ പണിക്ക് പോകുന്ന ആ വേജ് ലേബറുടെയും വെൽഫെയറിന് വേണ്ടി സംരക്ഷിക്കേണ്ട പണം ഇങ്ങനെ അബ്യൂസ് ചെയ്തെടുക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഹി മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ്. അതെ, അപ്പോൾ UK-യിലായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക? ഓക്കെ, തുടർ നടപടി ഞാൻ കേംബ്രിഡ്ജിന്റെ മേയർ ആകുന്നതിന് ഒരു 10 വർഷം മുമ്പ് വേറൊരു ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു. അവർ ബൈ മിസ്റ്റേക്കിൽ, അതായത് 1.5 പെൻസ് കൂടുതലെടുത്ത്, നമ്മുടെ ഇവിടെ എനിക്ക് 10 രൂപയ്ക്ക് താഴെ നിൽക്കുന്നത് 1.5 പെൻസ് എല്ലാ മാസവും ഒരു കണക്ക് തെറ്റിപ്പോയി പുള്ളിക്കാരത്തിക്ക് കിട്ടി. സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും, പബ്ലിക് ഫണ്ടിൽ നിന്നും. പുള്ളിക്കാരത്തി റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ അതായത് മനഃപൂർവമായ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ക്രിമിനൽ പ്രോസിക്യൂഷനാണ് ഈ രാജ്യത്ത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ അങ്ങനെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്ന കേസിൽ ഡിഫെൻഡ് ചെയ്ത വക്കീലാണ് ഞാൻ ഈ രാജ്യത്ത്. അതായത് പബ്ലിക്കിനെ മിയർലി അബ്യൂസിങ് ദ ട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ബൈ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഫോർ എ ഗെയിൻ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ പ്രോപ്പർട്ടി ഇഫ് ഈ സബ്ലെറ്റിംഗ് ടു സമ്മൺ, ഇതൊരു സ്പെക്കുലേറ്റീവ് സെനാരിയാണ് കേട്ടോ. 815 രൂപയ്ക്ക് അല്ലെ 825 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത വീട് അല്ലെ ആ ഓഫീസ്, ഇഫ് ഈ സബ്ലെറ്റിംഗ് ടു സമ്മൺ എൽസ് ഫോർ ദ മാർക്കറ്റ് റേറ്റ്, നമുക്കറിയാവോ? ഇല്ലല്ലോ. അപ്പോ അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കൃത്യമായി പ്രോസിക്യൂഷനാണ് വേണ്ടത്. അതായത് പബ്ലിക് മാർക്കറ്റ് റെന്റിൽ 5-10 രൂപ അല്ലേ കുറഞ്ഞിരിക്കുന്നത്, അത്രയും വേറൊരു ഓഫീസ് ഉണ്ടോ ഇല്ലെന്നുള്ള പിന്നത്തെ പ്രശ്നം. മാർക്കറ്റ് MLA ഓഫീസ് ഉണ്ട്, ഫെയർ ഇനഫ്. നമ്മുടെ കണ്ടൻഷൻ അതല്ല. വൈ ഡിഡ് യു ഓർ ഹൗ ഡിഡ് യു rent a property for 8,025 rupees, whereas the market rent of the property is between 7,000 to 10,000? You are using your position, a position whereby the people have trusted you. You breached that trust. Political morality, you must resign. അതായത് ഞാൻ ഈ പറയുന്ന വസ്തുതകളാണ് എങ്കിൽ ഇത് BJPയും കോൺഗ്രസും തമ്മിലാണോ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും DMKയും തമ്മിലാണോ യോജിപ്പാന്നോ ഒന്നും അല്ല പറയണ്ടേ. അഡ്രസ് ദ ഫാക്ട്, അഡ്രസ് ദ പീപ്പിൾ ബൈ അസസിങ് ദ ഫാക്ട്. എന്നിട്ട് നിങ്ങളിതിൽ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ ജനങ്ങളെ മിസ്യൂസ് ചെയ്ത്, അതായത് കോർപ്പറേഷന് കിട്ടാവുന്ന 8,000, എക്സാമ്പിൾ ഉണ്ട്, 7,000 രൂപ കോർപ്പറേഷന് കിട്ടാവുന്ന റെന്റ് നിങ്ങൾ 825 രൂപയ്ക്ക് റെന്റ് എടുത്തെങ്കിൽ why did you have that kind of a tenancy agreement? എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ടെനൻസി അഗ്രിമെന്റ് താങ്കൾ കഴിയാൻ പറ്റിയത്? തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി 10,000 രൂപയ്ക്ക് റെന്റ് അല്ലെ 7,000 രൂപയ്ക്ക് റെന്റ്, തൊട്ടിപ്പുറത്തെ പ്രോപ്പർട്ടി ഒരു 825 രൂപ. വൈ? വേർ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി? ഈ 2 പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവന് ഒരേ റെന്റ് കിട്ടണമെന്നേ. അല്ലെങ്കിൽ ഹിം സിംപ്ലി ബീയിങ് an MLA, he cannot claim that. പറ്റുമോ? ഇല്ലല്ലോ. അതെ. പിന്നെ ഇപ്പോൾ BJP തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം എടുത്തതിന് ശേഷം ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും വാർത്തയാവുകയാണ്. അപ്പോൾ അവിടെ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, പൊതുജനത്തിന്റെ ശ്രദ്ധയും അവിടേക്ക് വരികയാണ്. ഇനി ഇടത് വലതുകൾ മാറി മാറി ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഗതി മെച്ചപ്പെടുമെന്നാണോ ഇനി താങ്കളുടെ നിരീക്ഷണത്തിൽ തോന്നുന്നത്? നമ്മൾ ഇതിനെ ഇറ്റ്സ് ടു ഏർലി ടു സേ എനിത്തിങ്. നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിൽ ഇപ്പം 2014 മോദി ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ സ്വർഗം വരാൻ പോകുന്ന നമ്മളൊക്കെ ധരിച്ചത് അല്ലെ? അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെയാണ് മീഡിയ നമ്മളെ പ്രോപ്പഗേറ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ 25-ാം തീയതി ഇന്ത്യയിൽ നടന്ന മൈനോറിറ്റി പള്ളികളുടെ ക്രിസ്മസ് കരോളുകൾ, പള്ളികൾ തല്ലി തകർത്തത് കണ്ടിട്ട് ലോകത്തിലുള്ള ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത് കൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ സുഹൃത്ത് MP, ഇവിടുത്തെ കേംബ്രിഡ്ജിലെ MPക്ക് റിട്ടേൺ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വിൽ ബ്രിങ് ദാറ്റ് ഇൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇറ്റ്സ് ടു ഏർലി ടു സേ എനിത്തിങ്.
ബട്ട് എനിവേ എൻ്റെ റീഡിങ് ഇത്രയാണ്. അതായത് CPM എത്തപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് CPM ഇവരുടെ പാർട്ട്ണർ ആവുന്നുള്ള എനിക്കൊരു സംശയമില്ല. അങ്ങനെ ഉണ്ടായ ചരിത്രങ്ങളുണ്ട്. 1900 നമ്മുടെ 89 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവർ ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ട്. ഇവർക്കതിൽ യാതൊരു എളുപ്പമില്ല. ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡിസ്ട്രക്ഷൻ ഓഫ് കോൺഗ്രസ്, അതുവഴി അധികാരം കൈയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ബട്ട് അത് പിന്നെ അവരെ കഴിഞ്ഞ് മിടുക്കരായിരുന്ന BJP അവരടിച്ചെടുത്ത്, ഇവരെ കൂട്ടത്തിൽ കൊണ്ടുവന്നു വെച്ച് അവരടിച്ചെടുത്ത്. ഇറ്റ്സ് ആ സിമ്പിൾ. അതെ സർ, ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ VK പ്രശാന്ത് ഇഷ്യൂവിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശബരിനാഥിനെ ഒരു സംഖ്യയാക്കി BJPക്ക് കൂട്ടുപിടിച്ചു എന്ന വാദഗതികൾ സൈബർ ലോകം സംസാരിച്ചു തുടങ്ങി. അത്തരത്തിലൊരു പ്രവണത ഇപ്പോൾ കേരളത്തിലുണ്ട്. അതിപ്പോ ഇത് നിങ്ങൾ എയർ ചെയ്യുമ്പോൾ ഞാൻ സംഖ്യയാവും. കാരണം ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ സംഖ്യ മേഘ, പണ്ടൊക്കെ സംഖ്യയാകണമെങ്കിൽ നമ്മൾ ശാഖയിൽ പോകണം. അവിടെ എനിക്കറിയത്തില്ല കേട്ടോ, ഞങ്ങളവിടെ അതിൽ ശാഖയൊന്നും ഇല്ല സ്ഥലം. ശാഖയിൽ ഞാൻ കേട്ടിരിക്കുന്നത് സ്ഥിരമായി ശാഖയിൽ പോകണം, അവരുടെ കൈ കെട്ടണം, രാഗി കെട്ടണം, അവരുടെ പാർട്ടിക്ക് ഇത് മെമ്പർഷിപ്പ് വേണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇത് നേരെ AKG സെന്ററിൽ നിന്ന് സീൽ വെച്ച് കൊടുക്കണം. അതെ, AKG സെന്ററിലാണ് ഇപ്പം പിന്നെ ശബരിനാഥിനെ ഇപ്പം സംഖ്യയാണ്, BJP ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണെന്ന് പറയുന്ന ആരാണ്? CPM. അത് AKG സെന്ററിലെ ക്യാപ്സൂളാണ്, അവർ സീൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം നഗരസഭ BJPയുടെ കൈകളിൽ എത്താൻ ഏറ്റവും വലിയ കാരണമായത് CPM ആണ്. പക്ഷെ CPM പറയുന്നത് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴയാണെന്നാണ്. സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരുടെ മേൽ തന്നെ എല്ലാ പഴിയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയും അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൽ രണ്ട് കാര്യമാണ് മേഘ. ഒന്ന്, CPM പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബംഗാളിൽ CPM പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കുന്ന ഒരൊറ്റ CPM തന്നെ കേരളത്തിൽ കാണിക്കാമോ? ഇല്ല. തോപ്പിക്കാം, പക്ഷെ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന നമ്മളെ നടക്കില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചയിൽ നിന്ന് ഇറക്കി വിടുന്ന അല്ലെ ഇറങ്ങി പോകുന്ന ഒരു നേതാവാണ്, എൻ്റെ നാട്ടുകാരനാണ്. എനിക്കിതിൻ്റെ കഷ്ടം തോന്നുന്നത്. അതായത് ജനങ്ങളോടാണ് ഈ പറയുന്നത്. ഇപ്പൊ രണ്ടാമത് ഇതിൻ്റെ കാരണക്കാരി ഈ മേയറാന്ന് പറയുന്നത്. ഈ മേയർക്കെതിരെ ഞാൻ പണ്ടൊരു ഏഷ്യനെറ്റിൽ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ വന്നിരുന്നു. ഈ മേയർ CPM അല്ലായിരുന്നോ? മേയർ CPM അല്ലായിരുന്നോ? മേയർ പിന്നെ ഏത് പാർട്ടിയാണ്? ആം ആദ്മി പാർട്ടിയായിരുന്നു, BJPക്കാരത്തിയായിരുന്നു, കോൺഗ്രസ്സുകാരത്തിയായിരുന്നു. ഇറ്റ് ഈസ് യുവർ അബ്സല്യൂട്ട് ഫെയിലിയർ. അക്സെപ്റ്റ് ഇറ്റ്. ദ പീപ്പിൾ ഓഫ് കേരള കംപ്ലീറ്റ്ലി റിട്ടൺ ഓഫ് എ പാർട്ടി ആൻഡ് എ മേയർ വിച്ച് വാസ് റൂളിംഗ് Tirunelveli Corporation. Don't blame anyone else. At least have the common sense and courtesy to convey that your own brain. പക്ഷേ CPMന്റെ തന്നെ ഉന്നത നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാം പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്നാണ്. ചെറിയ പാളിച്ചകൾ മാത്രമേ ഉള്ളായിരുന്നു എന്ന്. ഇതിപ്പോ എന്താ ചെയ്യുക? അങ്ങനെ അവർ അതായത് കോട്ടയം ഇലക്ഷന്റെ റിസൾട്ട് കണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് പോലും മനസ്സിലായി. എൻ്റെ സുഹൃത്തുക്കളെ ഇംഗ്ലീഷുകാർ പോലും ഇതൊക്കെ ചെക്ക് ചെയ്ത് എന്നെ വിളിക്കാറുണ്ട്. അവർക്ക് പോലും ഇത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇവർക്കിത് മനസ്സിലായാലും എന്ത്? ഞാൻ കഴിഞ്ഞ ഏതോ ചർച്ചയിൽ പറഞ്ഞാണ്, ഈ KM മാണി സാറ് നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ കേംബ്രിഡ്ജിലെ ലൈബ്രറിയിലിരുന്ന് ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുള്ള ഒരു ഇൻഫർമേഷൻ മൊത്തത്തിൽ എയറിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ലൈബ്രറി കയറിയിരുന്ന് ഇത് ലാപ്ടോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ ചുറ്റുമിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഈ ഈ അടിയും പിടിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സായിപ്പൊക്കെ വന്നിട്ട് ഇത് എന്നെ സംഭവം എന്ന് ചോദിച്ചിട്ട് വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാളെ കിട്ടി ഞാൻ ഈ സാധനം ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് തിരിച്ചുപോയി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ പരമോന്നത കോടതി ചെന്നിച്ച് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടേ ഇല്ലെന്ന്. വാട്ട് വിൽ യു എക്സ്പെക്ട് ഫ്രം ദം? അതായത് കേംബ്രിഡ്ജിൽ ഇത് സായിപ്പടക്കം എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാധനം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഈ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ കേംബ്രിഡ്ജ് മാത്രമൊന്നുമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ എനിക്ക് എൻ്റെ എന്തോ എക്സാമ്പിളിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ലൈബ്രറി പോയത് തന്നെ. അപ്പം ലൈബ്രറിയിൽ ഇരിക്കുന്നവൻ പോലും ഇതിനോടുള്ള ക്യൂരിയോസിറ്റി കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി എന്ന് വെച്ച് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആരും അറിവില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? എന്നിട്ട് സഹിക്കാൻ മേലത് ഈ വിദ്യാഭ്യാസ മന്ത്രി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ പറ്റി നമുക്ക് ക്ലാസ് കൊടുക്കും.
വിധി എന്നല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൻ്റെ പ്രശ്നം ഇതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെച്ച് നീണ്ടുപോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഈ ഞാൻ പ്രാക്ടീസിങ് ക്രിമിനൽ വക്കീലെന്ന് അറിയാലോ. എന്നെ ഒരു സ്റ്റേഷനിൽ വിളിക്കുന്നു. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു. ഒരു മലയാളി പയ്യൻ, എത്രയേ പറയുള്ളൂ, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നയാൾ, കടയിൽ നിന്നും സാധനം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സർക്കാർ വക്കീലാണ്. ഈ സർക്കാർ വക്കീൽ തന്നെയാണ് സ്റ്റേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതും കോർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതും. ഞാൻ ഈ മലയാളി എന്ന പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇത് സംഭവങ്ങളൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മേല, ഭീമമായ ലോണാണ്, ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഇവിടുത്തെ വിസയുടെ കാര്യത്തിൽ വളരെ ഡിഫിക്കൽട്ട് പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യാനും മേല, വേറെ വിസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, ജീവിക്കാൻ മാർഗമില്ലാതെ പോയി മോട്ടിക്കുകയാണ്. ഇതിനാരാണ് മേഘ ഉത്തരവാദിത്വം? ബ്രിട്ടീഷ് സർക്കാരാണ്, നമ്മുടെ സർക്കാരല്ലേ? യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നമ്മുടെ തലമുറ ഇങ്ങനെയാക്കി കളഞ്ഞത് ആരാണ്? ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പേടിയാണ്. കാരണം വീടും പറമ്പും ആ പടയുള്ള ചെറിയ വീട് പണയം വെച്ചിട്ടാണ് ലോകത്ത് വന്നിരിക്കുന്നത്. ഈ കുട്ടികൾ മുഴുവൻ പോയി പെടാൻ പോകുന്ന അവസ്ഥ എന്താണ്? എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഫ്യൂച്ചർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ ഈ കുട്ടികളെ മുഴുവൻ ഇങ്ങോട്ട് കയറ്റിവിട്ട്, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു 5 വർഷത്തിനകത്ത് CPM നടത്താൻ പോകുന്ന ഒരു സമരത്തെ പറ്റി ഞാനിപ്പോൾ പറയാം. 5 വർഷം ഒത്തിരി കഴിഞ്ഞുള്ളവരാണ്. 5 വർഷം കഴിയുമ്പോൾ അവർ രാഷ്ട്രപതി ഭവൻ ഉപരോധിക്കും. അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ നിയമസഭ ഉപരോധിക്കും. അത് എല്ലാ ഡോറുകളും അടക്കം അവർ ഉപരോധിക്കും. പിന്നെ എല്ലാ പഞ്ചായത്തും ഉപരോധിക്കും. അന്ന് ഈ സാധനം പാർലമെന്റിൽ ഉണ്ടെങ്കിൽ പാർലമെന്റിലുള്ള MP-മാരും പ്രതിഷേധിക്കാൻ പോകുന്ന ഒരു സമരമാണ്. 5 വർഷം കഴിഞ്ഞ് ഇത് എഴുതി വെച്ചു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെ അന്ന് എന്നോട് ചോദിച്ചാൽ മതി, മരിച്ചുപോയെങ്കിൽ റെസ്പോൺസിബിൾ. ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ലോൺ എഴുതി തരണം. ഇവരാണ് ഇങ്ങനെ ആക്കിയത്. ഇതിന്റെ റൂട്ട് കൊടുത്തത്, ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ് ഇവരാണ്. ഇവർ സമരം ചെയ്യും 5 വർഷം കഴിയുമ്പോൾ. കാരണം ഇതിന്റെ കോൺസിക്വൻസ് നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ്. ബ്രിട്ടനിലെ തന്നെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ പോവാണ്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ സിസ്റ്റത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ കയറ്റി വിട്ടവർ, ഇവരോട് പൊക്കോളാൻ പറഞ്ഞ് വിട്ടവർ, അവരാണ് ഇതിൽ യഥാർത്ഥ കൾപ്രിറ്റ്. അതിന് വഴിയൊരുക്കി കൊടുക്കിയത് നമ്മുടെ സർക്കാരാണ്. എൻ്റെ മേഘ, ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ 10 വയസ്സ് പ്രായമുണ്ടായിരുന്ന എത്ര പിള്ളേര് കേരളത്തിലുണ്ടെന്ന് എല്ലാവരും വിട്ടുകഴിഞ്ഞു. അപ്പൊ ഇതിൽ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മൊറാലിറ്റി ഹാസ് ഗോൺ ബാങ്ക്രപ്റ്റ്. അതാണ് അത്. then the people who actually led to that situation will redefine what is political morality. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കോൺഗ്രസിന് ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. ഈ അവസ്ഥ ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് BJPയും കോൺഗ്രസുമായിട്ട് കൂടിക്കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത്. എന്റെ പൊന്ന സഹാക്കളെ, നിങ്ങളെ കൊണ്ട് ജനം മടുത്തു. അത് അംഗീകരിക്കാം. ആദ്യം പാട്ടെഴുതുന്നതിന് കേസെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ കേൾക്കാൻ നിങ്ങൾക്ക് തന്നെ നാണെന്ന് തോന്നുന്നില്ലേ? ഒന്ന് നിങ്ങളെ പേര് മാറ്റി ഏറ്റവും കുറഞ്ഞ പക്ഷം റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി ഇതാക്കുക. ഇത് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പിന്നെ ഇത് കേട്ടോണ്ടിരിക്കല്ലോ, ഓക്കെ അവർ റൈറ്റ് വിങ് ആണ്, വി ഓൺലി എക്സ്പെക്ട് ദിസ് ഫ്രം ദം, ഫിനിഷ്. അതെ അതെ സാർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ഈ പുറത്തുപോയ കുട്ടികളും ഇപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയെല്ലാം അതിനെല്ലാം പരിഹാരം കാണേണ്ടതും അവർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതും എന്നുള്ള വാസ്തവവും അവർ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും വിലപ്പെട്ട സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സാർ. താങ്ക് യു.